നമസ്കാരം. വാഹനങ്ങൾ വാങ്ങുമ്പോൾ നികുതി അടയ്ക്കുന്നത് പലർക്കും ഒരു ഭാരമായി തോന്നുന്ന ഒരു കാര്യമാണ്. റോഡ് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കി വാഹനം വാങ്ങാൻ പറ്റുന്ന നാളുകൾ വരുമോ എന്ന് വരെ സംശയമാണ്. ഇനി ഇതെല്ലാം റെഡിയാക്കി എങ്ങനെയെങ്കിലും ഒരു വാഹനം സ്വന്തമാക്കാമെന്ന് വിചാരിച്ചാൽ നിലവിലെ ഇന്ധന വിലയിൽ പെട്രോൾ ഡീസൽ കാറുകളെല്ലാം തന്നെ കൊണ്ടു നടക്കണമെങ്കിൽ പോക്കറ്റ് കീറുകയും ചെയ്യും. എന്നാൽ EV നോക്കിയാലോ മുടക്കേണ്ടി വരുന്ന തുകയും ചാർജിംഗ് പ്രശ്നങ്ങളും ആലോചിക്കുമ്പോൾ ആ ഒരു മനസ്സും പോകും. അവിടെയാണ് സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകളുടെ പ്രാധാന്യം വരുന്നത്. പക്ഷേ ഇത് വാങ്ങണമെങ്കിലും സാധാരണക്കാർക്ക് താങ്ങാനാകുമോ എന്ന സംശയമാണ്. പക്ഷേ ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ അടുത്തിടെ മുമ്പോട്ട് വന്നിരുന്നു. 2023 ജൂലൈയിലായിരുന്നു എല്ലാ സ്ട്രോങ് ഹൈബ്രിഡ് കാറുകൾക്കുമുള്ള റോഡ് ടാക്സ് UP സർക്കാർ ഒഴിവാക്കുന്നത്. വാഹനപ്രേമിയായ പീയൂഷ് ഭൂട്ടാനി ഉത്തർപ്രദേശ് സർക്കാരുമായി നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തുന്നത്. ജൂലൈക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത എല്ലാ ഹൈബ്രിഡ് വാഹനങ്ങളുടെയും റോഡ് നികുതി ഒഴിവാക്കുമെന്നായിരുന്നു യോഗി സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം. എന്നാൽ ഇപ്പോഴിതാ ഇതിലൊരു ട്വിസ്റ്റും സംഭവിച്ചിരിക്കുകയാണ്. 2023 ജൂലൈക്ക് മുൻപ് ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങിയ എല്ലാ ഉടമകൾക്കും റോഡ് നികുതി തിരികെ നൽകാൻ UP സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. ജൂലൈക്ക് മുൻപ് ഹൈബ്രിഡ് കാറുകൾ വാങ്ങിയവർക്ക് ടാക്സ് ഇനത്തിൽ അടച്ച തുക ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ഇക്കാര്യത്തിൽ ഒരു തിരശ്ശീല വീണിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉത്തർപ്രദേശ് സർക്കാർ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾക്കായുള്ള റോഡ് നികുതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് പീയൂഷ് ഭൂട്ടാനി എന്നൊരു വ്യക്തിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു. കഴിഞ്ഞ വർഷം 2 ഹൈബ്രിഡ് കാറുകളാണ് ഭൂട്ടാനി വാങ്ങിയത്. ഈ വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് അടയ്ക്കേണ്ട കാര്യം വന്നപ്പോൾ UP സർക്കാരിന്റെ EV പോളിസിയിലെ പിശക് ഭൂട്ടാനി ശ്രദ്ധിക്കുകയുണ്ടായി. EVകൾക്കായുള്ള സംസ്ഥാനത്തിലെ ഇലക്ട്രിക് വാഹന നയം സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകൾക്കും ബാധകമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് പരിഹരിക്കുന്നതിനായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഗതാഗത കമ്മീഷണറുമായും RTOയുമായും ബന്ധപ്പെട്ടുവെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്നാൽ മറ്റൊരു ഉപഭോക്താവായ അഭിഷേക് മഹേശ്വരിയുടെ സഹായത്തോടെ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് 2023 ജൂലൈ 5-ന് ഹൈബ്രിഡ് വാഹനങ്ങൾക്കും റോഡ് ടാക്സ് ഒഴിവാക്കേണ്ടി വരുമെന്ന് അലഹബാദ് ഹൈക്കോടതി വിധി പറയുകയായിരുന്നു. ഈ വിധി കാരണം UP സർക്കാരിന് EVകൾക്കും ഹൈബ്രിഡുകൾക്കും ഫ്യൂൽ സെൽ വാഹനങ്ങൾക്കും 1 ലക്ഷം രൂപയോളം ആനുകൂല്യം കൊടുക്കേണ്ടി വരികയായിരുന്നു. ഇത്തരം മോഡലുകൾക്ക് രാജ്യമൊട്ടാകെ നികുതി ഇളവ് നൽകണമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ധനമന്ത്രി നിർമ്മല സീതാരാമനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഹൈബ്രിഡുകളുടെ GST 48% നിന്ന് 12% കുറയ്ക്കാനായിരുന്നു അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഒരു ആവശ്യം നിർമ്മല സീതാരാമൻ നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. ഇന്ത്യയിലും മറ്റ് വികസന വിപണികളിലും ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന കുറയുകയും അതേസമയം സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളുടെ ജനപ്രീതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പെട്രോൾ കാറുകളെക്കാൾ വില കൂടുതലാണെങ്കിലും ഫുള്ളി ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ വില കുറവായതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് മോഡലുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു മോഡലുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറുകളുടെ നികുതിയിൽ 21% വെട്ടിക്കുറച്ചാൽ സാധാരണക്കാരിലേക്കും ഇതിന്റെ ഗുണഫലങ്ങൾ എത്തുന്നതാണ്. എന്തായാലും UPയിലെ നീക്കം സ്വാഗതാർഹമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭാവിയിൽ കേരളവും നികുതി വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ മലയാളികളും ഇതുപോലെ തന്നെ ഹാപ്പിയാകും. പക്ഷേ അത്തരത്തിലൊരു നീക്കം നമ്മുടെ സർക്കാർ കൈവരിക്കാൻ വർഷങ്ങളെടുത്തേക്കും.